ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലീനയും ബാലചന്ദ്രനുമാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ മേളിലെ സ്റ്റെയർ ഇറങ്ങി ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അലീനയോട് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്, അത് പിന്നെ അലീന, നമുക്ക് നീ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം, അത് നാളെ പോകാമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്ന് തന്നെ ഷോപ്പിങ്ങിന് പോയാലോ. അപ്പോൾ ഇപ്പം എന്താ അങ്ങനെ തോന്നാൻ കാരണം? നമുക്ക് നാളെ പോയാൽ മതി, നാളെ പോയാലും കുഴപ്പമൊന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞപ്പം വേണ്ട, നമുക്ക് ഇന്ന് തന്നെ പോകാം. ഏതായാലും ഇന്ന് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ക്ലയൻറ്റ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ക്ലയൻറ്റ് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ ഷോപ്പിങ്ങിന് പോകാം. നീ ഒരു കാര്യം ചെയ്യേ, പോയി ഒരുങ്ങാൻ നോക്കുക. കാരണം ഇനി നാളെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ട്, നാളെ ഇനി വേറെ ആൾക്കാർ വല്ലതും വരും, അല്ലെങ്കിൽ നാളെ എനിക്ക് വേറെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മോളെ, ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ അച്ഛനും കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, എനിക്കും കുഴപ്പമില്ല, നമുക്കെന്നാൽ പോയേക്കാം. എന്നാൽ മോള് പിന്നെ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞു നമ്മുടെ അലീന റെഡിയാക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അലീനയും ബാലചന്ദ്രനും റെഡി ആയിട്ട് ഇറങ്ങി. നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ കൂടെ കാറിനകത്ത് കയറി. എന്നിട്ട് അച്ഛാ ബാ നമുക്ക് പോകാം, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പിന്നെ ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ പോയേക്കാം മോളെ എന്ന് പറഞ്ഞ് നീ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അലീന സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്തിട്ടു. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല അച്ഛൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലല്ലോ അച്ഛൻ. എൻ്റെ സീറ്റ് ബെൽറ്റ് ഞാനിട്ടു, എന്നെ ഓർമ്മിപ്പിച്ചിട്ട് എന്താ അച്ഛൻ ഇടാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അത് ഞാൻ മറന്നുപോയി മോളെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഒന്നും അല്ല കേട്ടോ. ആകെ മൊത്തം നമ്മുടെ ബാലചന്ദ്രൻ എന്താ പറയുക, വേറൊരു ലോകത്താണ്. ഈ ഒരു സമയത്ത് അലീന ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അച്ഛൻ എന്തോ ഒരു വൈക്ലഭ്യം, അല്ലെങ്കിൽ അച്ഛൻ എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല്, ഇതെന്താ അച്ഛനൊരു ഉഷാറില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടങ്ങ് ഇരുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആ കാര്യങ്ങൾ ആലോചിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല എന്നാൽ പിന്നെ നീ പറ, നമുക്ക് ആദ്യം എവിടെയാണ് പോകേണ്ടത്? നമുക്ക് ആദ്യം ഒരു ജൗളിക്കടയിൽ പോകാം. ജൗളിക്കടയിൽ എന്തിനാണ് പോകുന്നത്? അത് പിന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനല്ല, രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഡ്രസ്സ് മേടിക്കാനുണ്ട്, അപ്പോൾ അതിനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം അതിന് ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ജൗളിക്കടയിൽ പോയാൽ പോരെ, നമുക്കുണ്ടല്ലോ ജൗളിക്കട, നമുക്ക് നമ്മുടെ ജൗളിക്കടയിൽ നിന്ന് പോയെടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതുപോരാ, വേല അങ്ങ് കയ്യിലിരിക്കട്ടെ, അങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ എൻ്റെ ഇന്ന് പൈസ മേടിക്കത്തില്ല, അതെനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തുവാ മോളെ ഇത്, അതൊന്നും ശരിയാവത്തില്ല, ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കുന്ന തുണിയാണ്, അപ്പം എനിക്ക് ആരുടെയും സഹായമില്ലാതെ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് മേടിച്ച് എൻ്റെ പൈസയും കൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കണതല്ലേ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട, ഏതായാലും അച്ഛൻ ക്യാഷ് മേടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതാണോ നിൻ്റെ പ്രശ്നം? ഞാനൊരു കാര്യം ചെയ്യാം, ക്യാഷ് മേടിക്കാം, അതുപോലെ നിനക്ക്. എനിക്കും താടി നിൻ്റെ കുറച്ച് ക്യാഷ്, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. വേണ്ട, എനിക്ക് ആ കാര്യത്തിൽ അച്ഛനെ തീരെ വിശ്വാസമില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുവേ അച്ഛൻ കാല് മാറും, എനിക്കറിയാം, അതുകൊണ്ട് വേറെ ജൗളിക്കടയിൽ പോയാൽ മതി. വേറെ നല്ല ടെക്സ്റ്റൈൽസും കാണുമല്ലോ ഇവിടെ പാലായിൽ, അവിടെ നമുക്ക് കയറാം. നല്ല ടെക്സ്റ്റൈൽസ് നമ്മുടെ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ടെക്സ്റ്റൈൽസ് ഒന്നും നല്ലതല്ലല്ലേ? അല്ലെന്നേ, നല്ല ടെക്സ്റ്റൈൽസ് നമ്മുടെ ടെക്സ്റ്റൈൽസ് തന്നെയല്ലേ, അപ്പോൾ അവിടെയല്ലേ നല്ലതുള്ളത്. ഏതായാലും നിനക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയും കൂട്ടി വേറെ ടെക്സ്റ്റൈൽസിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അവിടെ പോയി മേടിക്കാൻ വേണ്ടി പോവുക. അലീനയ്ക്ക് അറിയാം നമ്മുടെ ബാലചന്ദ്രൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന്. ഇനിയിപ്പം സ്വന്തം ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ പൈസ മേടിക്കത്തില്ലെന്ന് അറിയാമേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീന വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വേറെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ സ്റ്റാൻലി. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു ഓക്കെ, ഞാൻ അവിടെ ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, താങ്കൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരേ സമയം തന്നെ എത്താമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഫോണും കട്ട് ചെയ്തു. അപ്പം വീണ്ടും നമ്മുടെ അലീനയെ കാണാൻ ഈ സ്റ്റാൻലിക്ക് ഒരാഗ്രഹം കാണുമായിരിക്കും, അതായിരിക്കാം എങ്ങനെയോ ഫോണൊക്കെ വിളിച്ചു. അങ്ങനെ ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. സ്റ്റാൻലി അലീനയെ കാണാനുള്ള തയ്യാറെടുപ്പോട് കൂടി നിൽക്കുന്നു. അലീനയെ കണ്ടതിൽ പിന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് അലീനയെ കാണാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു. ആ ഒരു ഇതിലാണിപ്പം നമ്മുടെ സ്റ്റാൻലി വീണ്ടും അലീനയെ കാണാൻ വേണ്ടി വരുന്നത്.
പിന്നെ നമ്മുടെ അലീന കോട്ടയത്തെങ്ങാണ്ടൊക്കെ കേട്ടോ പോകുന്നത്. ഇവർ കോട്ടയത്തെങ്ങാണ്ട് പോയാണ് ടെക്സ്റ്റൈൽസിലൊക്കെ കയറാൻ പോകുന്നത്. പാലായിലല്ല കേട്ടോ, കോട്ടയത്തെങ്ങാണ്ടാണ് പോകുന്നത്. അപ്പോൾ കോട്ടയത്ത് ഏതോ ഒരു വലിയൊരു ജൗളിക്കടയിലേക്ക് ഇവർ കയറി പോവുകയാണ്. വലിയൊരു ജൗളിക്കടയാണ്, ഒരു ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു വലിയൊരു ജൗളിക്കട. അങ്ങോട്ടേക്ക് കയറി പോകുന്നു. അങ്ങോട്ടേക്ക് കയറിപ്പോൾ ഇത്രയും വലിയ കടയിലേക്കാണോ അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഇത്രയും വലിയ കടയിലേക്കാണ്, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല നിൻ്റെ കയ്യിൽ വലിയ പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞു, നീ വലിയ പൈസക്കാരിയല്ലേ, നീ പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കത്തുള്ളൂ. എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറ്റിയതാണോ എന്ന് ചോദിച്ചപ്പം മനഃപൂർവ്വം ചീറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയതൊന്നുമല്ല, നീ ആവശ്യത്തിന് ഡ്രസ്സൊക്കെ എടുക്കുക, ബാക്കി പിന്നെ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വന്നു കേട്ടോ. സ്റ്റാൻലി വന്നു, നേരെ ബാലചന്ദ്രനെ വിളിച്ചു. ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് പിന്നെ മിസ്റ്റർ സ്റ്റാൻലി താങ്കൾ വീട്ടിൽ വെച്ച് കണ്ടതുകൊണ്ട് അലീനയ്ക്ക് വീണ്ടും താങ്കളെ കണ്ടാൽ തിരിച്ചറിയും. അഥവാ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ അവൾ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കും. അതായത് അവൾക്ക് നന്നായിട്ട് മനസ്സിലാകും, അവളെക്കുറിച്ച് എനിക്കറിയാം, അവൾക്ക് ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാണാത്ത രീതിയിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സൺഗ്ലാസ് ഉപയോഗിച്ചോളാം ബാലചന്ദ്രൻ, ഞാൻ കാണാത്ത രീതിയിൽ നിന്നോളാം, ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം, ഞാൻ കാണാത്ത രീതിയിൽ നിന്നോളാം, ഒരിക്കലും അവളെന്നെ കാണത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റാൻലിയും പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ ശരി ഫോൺ വെച്ചോളാൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോണും വെച്ചു. ഈ സമയത്താണെങ്കിൽ അലീന ഡ്രസ്സുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി ഈ ഒരു സമയത്ത് എത്തുകയും ചെയ്തു. സ്റ്റാൻലി എന്ത് ചെയ്യുന്നു, സ്റ്റാൻലി ഇവരെ കാണാതെ മറിഞ്ഞ് ഇവരെന്ന് പറഞ്ഞാൽ അലീനയെ കാണാതെ മറിഞ്ഞാണ് നടക്കുന്നത്. അലീനയെ കണ്ടത് ഒന്ന് കണ്ണുടക്കി ഒന്ന് നോക്കി നിന്ന് പോയി. പക്ഷെ വീണ്ടും കാണാതെ മറിഞ്ഞ് വേറെ എന്തോ തിരയുന്ന ഒരാളെപ്പോലെ, എന്തോ ടെക്സ്റ്റൈൽസിൽ മേടിക്കാൻ വന്ന ഒരാളെപ്പോലെ നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അലീനയെ കാണാൻ വേണ്ടി മാത്രം. നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് ചോദിച്ചു, അല്ല എന്താ സാറേ വേണ്ടത്, ചുരിദാറാണോ സാരിയാണോ എന്താ വേണ്ടത്, ടോപ്പ് വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ചുരിദാർ മതി. അപ്പോൾ ഏതാ സൈസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മീഡിയം മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ചോദിക്കുമല്ലോ, എന്തെങ്കിലും മേടിക്കാനാണല്ലോ അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് അവിടെ തപ്പിത്തെരഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം വെറുതെ അവിടെ നിൽക്കുന്നത് പോലെ നിൽക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പം അലീനയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കാം ഓരോ ഡ്രസ്സുകളും നമ്മുടെ സ്റ്റാൻലിയും സെലക്ട് ചെയ്യുന്നു. പക്ഷേ കണ്ണ് മുഴുവനും നമ്മുടെ അലീനയുടെ നേരെയാണ് കേട്ടോ. സ്റ്റാൻലി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഏതായാലും ഈ ഒരു സമയത്ത് അലീന ഇങ്ങനെ വേറൊരു സ്റ്റാഫ് വന്നിട്ട് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഇത്രയും ഫിറ്റായിട്ടുള്ള ടോപ്പുകൾ വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ടുള്ളത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീന ഓരോന്ന് പറയുന്നു. അതൊക്കെ ഇങ്ങനെ ദൂരെ മാറി നിന്ന് ഓരോ തുണിയൊക്കെ മറച്ചു വെച്ച് പിടിച്ചേ നമ്മുടെ സ്റ്റാൻലി അലീനയെ കാണുക. തുണിയെടുത്ത് ഇങ്ങനെ മറച്ച് സ്റ്റാൻലീനെ പിടിച്ചേക്കാണ്. ആ ഒരു ഹാങ്കറെ തന്നെ തൂക്കി ഇങ്ങനെ പിടിച്ച് ഇടയ്ക്ക് ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ദൈവമേ എവിടെ കിടന്ന മനുഷ്യനാ, എന്ത് ഡിമാൻഡുള്ള മനുഷ്യനായിരുന്നു സ്റ്റാൻലി. വലിയ ബംഗ്ലാവിൽ വലിയ കൊട്ടാരത്തിലെ മുതലാളിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ടെക്സ്റ്റൈൽസിൽ വന്ന് കിടന്ന് നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി മൂക്കുകൊണ്ട് ഷൈന വരയ്ക്കുന്നത്. അപ്പോഴത്തേക്കും വേറൊരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, അല്ല സാറ് ഇത് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ, ഇത് സാറിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ലാർജാ സാറേ, എനിക്ക് എൻ്റെ മോൾക്ക് കൊടുക്കാൻ മീഡിയം മതിയല്ലോ അല്ലേ, എന്നാൽ ഞാൻ വേറെ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സ്റ്റാൻലി വേറെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അലീനയുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അലീന എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞോടി പർച്ചേസിംഗ് ഒക്കെ സാധനമൊക്കെ മേടിച്ചോടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ വല്ലതും ഉണ്ടോ നിൻ്റെ കയ്യിൽ, ഇനി കൊളുത്തുപുഴയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഇനിയിപ്പം ഞാൻ തരേണ്ട വരുമെന്ന് ചോദിച്ചപ്പം അത് ചിലപ്പോൾ അച്ഛൻ തരേണ്ട വരും എന്ന് പറഞ്ഞപ്പം അപ്പം കയ്യിലുള്ളതെല്ലാം പൊടിച്ചു എന്ന അർത്ഥം അല്ലേ. പൊടിക്കാതിരിക്കാൻ പറ്റൂല്ലോ, ബില്ല് വരട്ടെ നമുക്കറിയാമല്ലോ. എടി നിൻ്റെ ബാങ്കിൽ വല്ലതും കിടപ്പുണ്ടോ, അതോ ഞാൻ തന്നത് എല്ലാം ഓരോരോ ഓഫറേജുകാർ കൊണ്ടുപോയോ? മിനിമം ബാലൻസ് കിടപ്പുണ്ട് അച്ഛാ. എന്തുവാ അച്ഛാ ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാലചന്ദ്രേടി നിന്നെ എന്നതാടി പറയേണ്ടത്, നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എന്നതെങ്കിലും ആവട്ടെ, എല്ലാം ഓഫറേജിലും അനാഥാലയങ്ങൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുകയാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ സ്റ്റാൻലിനെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. അലീനയുടെ പുറകെ നടന്ന് അലീനയുടെ വീഡിയോ പിടിക്കുകയാണ്. ഏതായാലും ഈ സമയത്താണ് ആരോ ഫോൺ വിളിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റാൻലി ഫോൺ എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആരാണോ എന്തോ
എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചതായിരിക്കും. ആവശ്യമൊന്നും ഇപ്പം അതൊരാവശ്യമല്ല. ഏതായാലും നമ്മുടെ അലീന വീണ്ടും അതിലേ നടന്ന് ചുറ്റിപ്പറ്റി കാണുന്നു. നമ്മുടെ സ്റ്റാൻലി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബില്ലൊക്കെ വന്നു, സാധനങ്ങളൊക്കെ മേടിച്ചു ബാലചന്ദ്രനും നമ്മുടെ അലീനയും കൂടെ. അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു, ഇത് എന്തുവാടി, ഇത് കുറേ ഉണ്ടല്ലോ, ഇനി വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? വേറെ കുറേയൊക്കെ ഉണ്ട്, ഞാൻ പറയാം അച്ഛാന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ സ്റ്റാൻലിനെ കാണിക്കുന്നു. വീണ്ടും സ്റ്റാൻലി ഇങ്ങനെ അലീനയുടെ വീഡിയോ തന്നെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ, പുറകെ പോവുകയാണ്. അലീന കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ പിടിക്കുമല്ലോ. ഏതായാലും അലീനയൊക്കെ ജൗളിക്കടയിൽ നിന്ന് ഇറങ്ങിയതും ഫോട്ടോ എടുക്കലും വീഡിയോ പിടിക്കലും ഒക്കെ നമ്മുടെ സ്റ്റാൻലി നിർത്തി സ്റ്റാൻലി ഇറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും അലീനയും കൂടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാലും നീ ഇത്രയും പൈസ കൊണ്ടുപോയി വേറെ കടയിൽ കൊടുത്തല്ലോടി, ഇത് നമുക്ക് കിട്ടേണ്ടതല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിണ്ടാതിരിക്കുന്നുണ്ടോ, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒന്ന് നിർത്തച്ഛാ, അതിനെ വേറെ കടക്കാർക്ക് ജീവിക്കണ്ടേ, അച്ഛന് മാത്രം ജീവിച്ചാൽ മതിയോ? ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മതി മതി മതി, നീ ആദ്യം നിർത്ത്, നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി ചായ ഇട്ടിട്ട് എനിക്ക് ഇച്ചിരി ചായ കുടിക്കാൻ തോന്നുകയെന്ന് പറഞ്ഞു. വാതിലൊന്ന് തുറക്കട്ടെ, ചായ ഇടാ അച്ഛാന്ന് പറഞ്ഞ് വാതിലൊക്കെ തുറന്ന് നേരെ അകത്തേക്ക് പോയി നമ്മുടെ അലീന. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിനെയാണ്. സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീനയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ പിടിച്ചായിരുന്നല്ലോ സ്റ്റാൻലി. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ട് സ്റ്റാൻലി ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ ഓർമ്മകളൊക്കെ ഇറക്കുകയാണ്. ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അലീനെ ഇപ്പം ഇല്ലാതെ ഉണ്ണാനോ ഉറങ്ങാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു സ്റ്റാൻലിക്ക്. അതുകൊണ്ടാണല്ലോ അലീനയുടെ പുറകെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബബിത ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അലീന ബബിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഹലോ അകത്തേക്ക് വരട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട, എന്നാത്തിന് അകത്തേക്ക് വരുന്നത്, ആദ്യം നെഗറ്റീവേന്ന് പെണ്ണെ നിൻ്റെ വായിന്ന് വരത്തുള്ളൂ, കാര്യം പറയാലേ ഇനി ചേച്ചി, എന്നിട്ടല്ലേ അകത്തേക്ക് വന്നിട്ട് കാര്യം പറഞ്ഞാൽ പോരെ, ഇവിടെ നിന്ന് തന്നെ കാര്യം പറയണോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് അലീന ഒരു കവർ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അലീന മേടിച്ച ഡ്രസ്സിൽ അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. എന്നിട്ട് അലീന പറഞ്ഞു ഇതങ്ങോട്ട് മേടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതെന്നതാന്നേ, ഇതെന്നതാണെങ്കിലും നീ ഇത് നോക്ക്, അതെ ആരെങ്കിലും എന്നതേലും തന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ അങ്ങനെയൊന്നും മേടിക്കാറില്ലെന്ന് പറയും. അപ്പം ആരേലും ആണോടി ഞാൻ, അതെ വേണ്ട, എനിക്ക് വേറൊരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസയും കൊണ്ടൊക്കെ മേടിച്ച ഒന്നും വേണ്ട, ഇതിനെ അത്രയ്ക്ക് വിലയൊന്നുമില്ല, വിലയില്ലാത്തതാണെങ്കിലേ എനിക്ക് ഒട്ടും വേണ്ട പെണ്ണെ, ഇത് മേടിക്കുന്നുണ്ടോ, ഒരു ഗെയിം കാണിച്ചുകൊണ്ടിരിക്കല്ലേ, ഉള്ളൊരു ഗെയിമേയും പവറുവേ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത അത് മേടിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചോദിച്ചു, ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത്? ഞാനിതാരും പറഞ്ഞിട്ട് മേടിച്ചൊന്നുമല്ല, ഞാൻ എൻ്റെ അനുജത്തിമാർക്ക് ഇതുവരെ ഒന്നും മേടിച്ചു കൊടുത്തില്ലല്ലോ, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചല്ലോ, നീ കഴിഞ്ഞ ദിവസം എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നല്ലോ, അത് പിന്നെ ഞാൻ കുറേ വെട്ടിമുറിച്ചതല്ലായിരുന്നോ, അപ്പം അതിന് പകരമല്ലേ, ഇതൊരു കടം വീട്ടിലായിട്ട് നീ കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. വേറൊരു സാധനം ഒരു ജ്വല്ലറിയാണെന്ന് തോന്നുന്നേ, ഒരു ചെറിയൊരു ബോക്സ് എടുത്തേ, എന്നിട്ട് അത് തുറന്നിട്ട് ജ്വല്ലറി അല്ല സോറി വാച്ചാണ് കേട്ടോ, വാച്ച് അത് തുറന്നിട്ട് നമ്മുടെ അലീന നമ്മുടെ ബബിതയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ബബിതയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം, പക്ഷെ മുഖത്തൊന്നും ബബിത കാണിക്കത്തില്ലല്ലോ. നമ്മുടെ വൈജയുടെ ബാക്കിയാണല്ലോ ഈ പറയുന്ന മുതല് ബബിത. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാണിക്കുന്നത്? അപ്പോൾ മുഖമൊക്കെ ഗൗരവത്തോടു കൂടി തന്നെ വെച്ചേക്കാണ്, ഇച്ചിരി ഒരു സോഫ്റ്റ് പോലും ഇല്ല മുഖത്ത്, അങ്ങനെ കാണിക്കുന്നില്ല നമ്മുടെ ബബിതയുടെ മുഖം. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇന്ന് ചെറിയൊരു എപ്പിസോഡാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയെ ഇങ്ങനെ കാണാൻ വന്നല്ലോ ടെക്സ്റ്റൈൽസിൽ, അപ്പോൾ പുറകെ നടക്കുന്ന കുറേ സീനുകൾ കാണിച്ചിട്ടാണ് സത്യം പറഞ്ഞ് ഇന്നത്തെ കുറേ ടൈം പോകുന്നത്. നമ്മുടെ സ്റ്റാൻലി അലീനയെ കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അത് കുറേ ടൂൺസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചത് കൊണ്ടാണ് ഇന്ന് കൂടുതൽ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അപ്കമിങ് വിശേഷങ്ങൾ വിടുന്നുണ്ട്, അത് റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ്, അപ്പം അതും കൂടെ പോയത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.